ആശമാരുടെ സമരം 50-ാം ദിവസം എത്തിയപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ മുടിമുറിച്ച് സമരത്തിന്റെ പുതിയ മുഖം അവർ സ്വീകരിച്ചു. പക്ഷേ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള കാശിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് മുടിമുറിച്ചാൽ മുടി എന്ത് പിഴച്ചു എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. നിരാഹാരം കിടക്കുന്നു എന്നും പറഞ്ഞ് ഓരോ അടവ് നയം ഇറക്കിയിട്ടും സർക്കാരിനെ ഒരിഞ്ചു പോലും കുലുക്കാൻ കഴിഞ്ഞില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ഈ രോമം വടിക്കൽ നാടകം. പോയ രോമം കിളിർത്ത് വരുമെന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷേ കപ്പലേറിയ മാനം തിരികെ വരില്ല എന്ന് ഒന്ന് ഓർത്താൽ മതി. എന്തെങ്കിലും ന്യായമായ കാര്യത്തിനാണ് ഈ സമര കോലാഹലം എങ്കിൽ കേൾക്കാൻ കൊള്ളാം. ഇതൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ആശമാർക്ക് ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നായി. പക്ഷേ പിണറായി അവസാനിപ്പിക്കാനുള്ള സമ്മതം കൊടുക്കുന്നതുമില്ല. പിന്നെ നാണം കെട്ടിത് അവസാനിപ്പിച്ചിട്ട് എന്തു ചെയ്യും? കഴിച്ചിട്ട് വിഴുങ്ങാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. വല്ലാത്തൊരു ഗതികേടാണേ. അല്ല, ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശമാർ മുടിമുറിക്കുമ്പോഴും ഘോരഘോരം പ്രസംഗിക്കുന്നത് നമ്മുടെ മിനി ചേച്ചിയാണ്. ആശാവർക്കർ ആകണമെന്ന അടങ്ങാത്ത ആഗ്രഹവുമായി വെളുപ്പിനെ 4 മണിക്ക് മതിലു ചാടി ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിവേദനം കൊടുക്കാൻ പോയ അതേ മിനി ചേച്ചി. ആശാവർക്കർമാർക്ക് അവരുടേതായ തൊഴിലാളികളും തൊഴിലാളി നേതാക്കന്മാരും ഒക്കെ ഉള്ളപ്പോൾ ഒരു വരുത്തൻ എന്തിനാണ് ഇവരുടെ കൊടി പിടിക്കാൻ മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കരുത്. മിനി ചേച്ചി വലിയ സേവന പ്രവർത്തകയാണ്. ശരിക്കും മാളത്തിൽ ഒളിച്ചിരുന്ന ചില പെരിച്ചാഴികളൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇനിയും മാളത്തിലിരുന്ന ആശമാരെ ഉന്തിത്തള്ളി മുന്നോട്ട് വിട്ടിട്ട് കാര്യമില്ല. ആശമാർ തങ്ങൾക്കെതിരെ തിരിയുമെന്ന് ഏതാണ്ട് ധാരണയൊക്കെ ആയപ്പോൾ തലയിലെ രോമം പോയാലും വേണ്ടില്ല, മാനം കിട്ടിയാൽ മതിയേ എന്നും പറഞ്ഞ് BJP നേതാക്കന്മാരൊക്കെ മുടി വടിക്കാൻ എത്തിയിട്ടുണ്ട്. അങ്കമാലിയിൽ BJP നഗരസഭാ കൗൺസിലർമാർ മുടി ആശമാരുടെ അത്യാഗ്രഹ ഫണ്ടിലേക്ക് ദാനം ചെയ്തപ്പോൾ കൊച്ചിയിലും BJP പ്രവർത്തകർ മുടി മുറിച്ചിട്ടുണ്ട്. പിന്നെ ആശമാരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മിനിക്ക് ധാരാളം മുടി ഉള്ളത് കൊണ്ട് മുടിയുടെ കൊഴിഞ്ഞ് നാശമായ അറ്റം കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നതാണ് വളരെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഈ ചൂടത്തല്ലെങ്കിലും മുടിയൊക്കെ ഒരു ബാധ്യതയാണെന്നേ. നിരാഹാരം കിടക്കുകയോ തല മുണ്ടനം ചെയ്യുകയോ ഒക്കെ ആകാം. പക്ഷേ ഞങ്ങൾക്ക് നിരാഹാരം കിടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മുടിയുടെ അറ്റമല്ലാതെ തല മുട്ടയടിക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് ആകെ പറ്റുന്നത് ഘോരഘോരം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിഷം നിങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു തരിക എന്നുള്ളതാണ്. പണ്ട് ജോർജ് കുട്ടി ധ്യാനം കൂടാൻ പോയ കഥ പോലെ മറക്കാതെ കൃത്യമായി തിരക്കഥ പറഞ്ഞു നിങ്ങളെ പഠിപ്പിക്കും. ഇതൊക്കെ കേട്ട് എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് കരുതി ഇറങ്ങി തിരിച്ച പാവപ്പെട്ട ആശമാരോട് വല്ലാത്ത സഹതാപമുണ്ട്. നിങ്ങളൊക്കെ ഇരകളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് മുന്നിൽ നിന്ന് നിങ്ങളെ നയിക്കുന്ന ഇതിന്റെ പേരിൽ സാമ്പത്തിക ലാഭമുള്ള പല നേതാവ് കളിക്കുന്നവരുടെയും ഇരയാണ് എന്നതാണ് വാസ്തവം. എന്തായാലും തിരുവനന്തപുരത്ത് ആശമാരുടെ വലിയ പ്രക്ഷോഭവും സമരവും ഒക്കെ നടക്കുക തന്നെയാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം. സുരേന്ദ്രൻ ഉൾപ്പെടെ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ മുടി പോയിട്ട് താടിയുടെ ഒരു രോമം പോലും പറിക്കാൻ ആരും അങ്ങോട്ട് ചെല്ലരുത്, വിവരമറിയും.